കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തിരുവഞ്ചിറയിൽ നടക്കുന്ന ശീവേലികൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ഉഷശീവേലി ഉച്ചയ്ക്ക് പന്തിരടി പൂജയ്ക്ക് ശേഷവും പന്തിരടി ശീവേലിയും അത്താഴ ശീവേലിയും കൂടെ ഒരുമിച്ച് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷവുമാണ് ഇവിടെ നടത്താറുള്ളത്. അത്താഴ ശീവേലിയിൽ 12 പ്രദക്ഷിണമാണുള്ളത്. ആദ്യ 6 പ്രദക്ഷിണത്തിന് ശേഷം വാളറയ്ക്ക് മുന്നിൽ സമർപ്പണവും പിന്നീടുള്ള 6 പ്രദക്ഷിണത്തോടെ ശീവേലി പൂർത്തിയാവുകയും ചെയ്യും. പന്തവും വാദ്യവും മാത്രമാണ് അകമ്പടിയായി അത്താഴ ശീവേലിക്കുള്ളത്. പ്രധാന ആരാധനാ ദിവസങ്ങളിലാണ് ഇവിടെ പൊന്നിൻ ശീവേലി നടത്താറുള്ളത്. സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനപ്പുറത്ത് അമ്മാറക്കല്ലിലെ ദേവിയുടെ തിടമ്പും വെള്ളി നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനപ്പുറത്ത് മണിത്തറയിലെ മഹാദേവൻ്റെ തിടമ്പും എഴുന്നള്ളിക്കും.
പൊന്നിൻ ശീവേലിയുടെ പ്രധാന പ്രത്യേകത കൊട്ടിയൂർ പെരുമാളിൻ്റെ സ്വർണ്ണ വെള്ളി ഭണ്ഡാരങ്ങൾ ശീവേലിക്കൊപ്പം എഴുന്നള്ളിക്കുന്നു എന്നതാണ്. ഉത്സവ സമയത്ത് പൂജയ്ക്കും മറ്റ് കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങളാണ് ഭണ്ഡാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ചുമതലപ്പെട്ട വിവിധ സമുദായാംഗങ്ങൾ ഈ പാത്രങ്ങൾ തലയിലേറ്റി ആചാരപരമായി കൂവി വിളിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യും. 6 പ്രദക്ഷിണമാണ് ഉഷശീവേലിക്ക് ഉണ്ടാവുന്നത്. ശീവേലിയുടെ മുന്നിൽ വാളും പരിചയമായി പേരിയ നായർ സമുദായക്കാർ രാജഭടന്മാരുടെ പ്രതീകമായി ഉണ്ടാവും. അതിനു പിറകിൽ ശംഖ്, പാണി, വലന്തല ചെണ്ട, ചേങ്ങില ഇവയുമായി വാദ്യക്കാരും അണിനിരക്കും. ഉത്സവത്തിൻ്റെ പ്രധാന മേൽനോട്ടം വഹിക്കുന്ന സമുദായ ഭട്ടതിരിയാണ് അതിനു പിന്നിൽ. അതിനുശേഷം വിളക്ക്, പന്തം പിടിച്ച പന്തക്കിടങ്ങൾ ഇവരാണ്. അമ്മാറക്കല്ലിൽ നിന്നും പടിഞ്ഞീറ്റി സ്ഥാനീയൻ ദേവിയുടെ തിടമ്പേറ്റിയ സ്വർണ്ണനെറ്റിപ്പട്ടം കെട്ടിയ ആനയാണ് മുന്നിൽ നടക്കുന്നത്. പാലോനം സ്ഥാനികൻ മഹാദേവൻ്റെ തിടമ്പുമായി വെള്ളിനെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് പിറകിലാണ് ഉണ്ടാവുക. ശക്തിസ്വരൂപിണിയായ ആദിപരാശക്തിക്ക് പിറകിലായി വിശ്വേശ്വരനായ മഹാദേവൻ്റെ യാത്ര മനുഷ്യകുലത്തിനു തന്നെ മാതൃകയാണ്. സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകണം എന്നു തന്നെയാവാം പൗരാണികതയുടെ മഹാത്മ്യം സ്ഫുരിക്കുന്ന വൈശാഖ മഹോത്സവത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. തിരുവഞ്ചിറയുടെ പടവുകളിലും കരകളിലും അനേകായിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശീവേലി നടക്കുമ്പോൾ തിരുവഞ്ചിറയിൽ ആരും ഇറങ്ങരുത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം.
ഉഷശീവേലിയിൽ 6 പ്രദർശനങ്ങളാണ് പതിവ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരട്ടാക്കത്തിലാണ് ശീവേലിയുടെ പ്രദർശനം. അത്താഴ ശീവേലിക്ക് 12ഉം ഉഷശീവേലിക്ക് 6ഉം എന്നതാണ് കൊട്ടിയൂരിലെ മറ്റൊരു പ്രത്യേകത. തിരുവോണം, രേവതി, രോഹിണി, അത്തം നാളുകളിലാണ് ഇവിടെ പൊന്നിൻ ശീവേലി നടക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നെറ്റിപ്പട്ടമില്ലാതെയാണ് ആനയെ എഴുന്നള്ളിക്കുന്നത്. കൊട്ടിയൂരിൽ നടക്കുന്ന ശീവേലികൾ 4 തരത്തിലുണ്ട് എന്ന് പറയാം. സാധാരണ ദിവസങ്ങളിൽ നെറ്റിപ്പട്ടമില്ലാത്ത ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളിച്ച് നടത്തുന്ന ഉഷശീവേലി, ആരാധന നാളുകളിൽ സ്വർണ്ണവെള്ളി നെറ്റിപ്പട്ടങ്ങൾ അണിയിച്ച ആനപ്പുറത്ത് തിടമ്പേറ്റി ഭണ്ഡാരങ്ങളോടെ നടത്തുന്ന പൊന്നിൻ ശീവേലി, പന്തീരടി ശീവേലിയും അത്താഴ ശീവേലിയും ഒരുമിച്ച് ചേർത്ത് അത്താഴ പൂജയ്ക്ക് ശേഷം നടന്നുള്ള 12 പ്രദർശനത്തിൽ പൂർത്തിയാക്കുന്ന ശ്രീഭൂതബലി, മകന്നാളിൽ സ്ത്രീകളും ആനകളും അലങ്കാരങ്ങളും അടങ്ങിയ ശേഷം സ്ഥാനികർ തിടമ്പ് കയ്യിലേറ്റി നടത്തുന്ന ശീവേലി. പുരാണപ്രസിദ്ധമായ കൊട്ടിയൂരിൻ്റെ മണ്ണിൽ പൗരാണികമായ സവിശേഷതകൾ ആധാരമാക്കി ഐതിഹ്യങ്ങളുടെ പെരുമയെ തെല്ലിട പോലും തള്ളാതെ നടത്തിവരുന്ന ഭക്തലക്ഷങ്ങളുടെ സംഗമോത്സവമായ വൈശാഖ മഹോത്സവത്തിന് പറഞ്ഞാൽ തീരാത്തത്ര പ്രത്യേകതകളുണ്ട്. ശീവേലിയിൽ മാത്രം ഒതുങ്ങിയ വ്യത്യസ്തതകളിൽ പലതും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ജാതി വ്യവസ്ഥകളിൽ ഓരോരുത്തർക്കും പ്രത്യേക ഇടമുണ്ട് കൊട്ടിയൂരിൽ. അതുകൊണ്ട് തന്നെയാവണം നാനാദിക്കുകളിൽ നിന്നും നാൾക്കുനാളേറി വരുന്ന ഭക്തബാഹുല്യം കൊണ്ട് കൊട്ടിയൂർ വീർപ്പുമുട്ടുന്നത്.